വിദ്യാർത്ഥികൾ 4ാം സെമസ്റ്റർ റിസൾട്ടിനായി വെയിറ്റ് ചെയ്യുമ്പോൾ അടുത്ത പണിയുമായി കാത്തിരിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നമുക്കറിയാം, ഇപ്പോഴുള്ള മാസം ഓഗസ്റ്റ്, ഇനി മാർച്ചിലേക്കുള്ള ദൂരം 8 മാസമാണ്. ഒരു മാസത്തിലെ ശരാശരി 30 ദിവസം എടുത്തു കഴിഞ്ഞാൽ 30 × 8 240. അതിൽ തന്നെ ഒരു മാസം 10 ദിവസം അവധിയാണെങ്കിൽ 8 മാസം കൊണ്ട് 80 ദിവസം അവധി. കൂടാതെ ഓണത്തിനും ക്രിസ്മസിനും 10 ദിവസം കൂടി അവധി. ഇനി ആകെ നിങ്ങൾക്കുള്ളത് എത്ര ദിവസം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ തംബ്നെയിൽ കൊടുത്ത പോലെ കേവലം 140 ദിവസം മാത്രമേ 5ാം സെമസ്റ്ററിനും 6ാം സെമസ്റ്റർ പരീക്ഷയ്ക്കും ഉണ്ടാവുകയുള്ളൂ. ബഹുഭൂരിഭാഗം വിദ്യാർത്ഥികളും റിസൾട്ടിനായി വെയിറ്റ് ചെയ്യുമ്പോൾ അടുത്ത പണികളുമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരുങ്ങിയിരിക്കുകയാണ്. ഇതിനിടയിൽ നിങ്ങളുടെ പ്രൊജക്റ്റ് വർക്കിൻ്റെ കാര്യവുമുണ്ട്. ഒരു സെമസ്റ്ററിൽ അറ്റ്ലീസ്റ്റ് 90 വർക്കിംഗ് ഡേയ്സ് വേണമെന്നാണ് പറയുന്നത്. പക്ഷേ 90 വർക്കിംഗ് ഡേയ്സ് പോയി 60 വർക്കിംഗ് ഡേയ്സ് പോലും ഇപ്പോൾ കിട്ടാറില്ല. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ടുള്ള അവധികളും. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ക്ലാസ് എടുക്കുന്നതിനേക്കാൾ നിങ്ങൾ സ്വയമായി പഠിച്ച് നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ 5ഉം 6ഉം സെമസ്റ്റർ പരീക്ഷകൾ നല്ല രീതിയിൽ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് മുമ്പ് പറയാറുള്ള കാര്യമാണ്, ഞങ്ങളുടെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടില്ല, പല പോർഷൻസും എടുത്ത് തീർന്നിട്ടില്ല, ഇതിനിടയിലാണ് പരീക്ഷയുടെ ഡേറ്റ് വന്നത്, പരീക്ഷ വന്നത് എന്ന്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് ശരിയാണ്, കറക്റ്റായിട്ടുള്ള ഗൈഡ് ലൈൻസോ കിട്ടിയിട്ടില്ല. എന്നാൽ അധ്യാപകരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു സെമസ്റ്റർ കഴിഞ്ഞിരിക്കണം, അതിനുവേണ്ട ഇൻറ്റേർണൽ അസസ്മെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളും പൂർത്തീകരിക്കണം. കൂടാതെ ഓരോ സെമസ്റ്ററിലും APIയും അയക്കണം. ആയതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ പരിഹരിക്കണമെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയേ തീരൂ. ഇതിനു വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എടുത്തേ തീരൂ, അല്ലെങ്കിൽ നമ്മൾ തീരുമാനത്തിലാവും. ഇത് വെറുതെ പറയുന്നതല്ല, പലപ്പോഴും പല ആവർത്തി ചിന്തിച്ച് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവും എന്ന് വിചാരിച്ചത് കൊണ്ടാണ് നമ്മളിങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. 5ഉം 6ഉം സെമസ്റ്റർ പരീക്ഷകൾ വളരെ ക്രൂഷ്യലായ സെമസ്റ്റർ പരീക്ഷകളാണ്. 4 മുതലുള്ള സെമസ്റ്റർ പരീക്ഷകളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സപ്ലിമെൻ്ററി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർഷം പോകുമെന്ന കാര്യം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. തോറ്റുപോയാൽ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ പരീക്ഷകൾ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിനു വേണ്ട രൂപരേഖ തയ്യാറാക്കി പ്ലാനിങ്ങോട് കൂടി പഠിച്ച് മുന്നോട്ട് പോവുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.